Hi viewers, today we will be discussing about methods of collecting primary data. Primary data are directly collected by the researcher from their original sources. Already mentioned about that. Primary data നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിസർച്ചർ നടത്തുന്നത് മാർക്കറ്റിംഗ് സ്റ്റഡി ആണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്നും ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നുമൊക്കെ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരിൽ നിന്നും സെക്കൻഡറി ഡേറ്റ അല്ലാതെ അവരിൽ നിന്നും നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുക, അതിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൽ നിന്നും നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് ഒറിജിനൽ സോഴ്സസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. In this case, the researcher can collect the required data precisely according to the research needs. അപ്പോൾ യഥാർത്ഥത്തിൽ റിസർച്ചർക്ക് ആവശ്യമുള്ള ഡേറ്റ വളരെ കൃത്യമായിട്ട് നേരിട്ട് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും. റിസർച്ചർ ക്യാൻ കളക്ട് ദ റിക്വയർഡ് ഡേറ്റ ബൈ സെവറൽ മെത്തേഡ്സ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുവാൻ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. The collection of primary data is costly and time consuming. Primary data collection secondary data collection പോലെയല്ല, അത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണോ ഡേറ്റ ആവശ്യമായിട്ടുള്ളത് അവരെയൊക്കെ പോയി കാണേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത് ആ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡ്സാണ് കമ്പയറിങ് ടു സെക്കൻഡറി ഡേറ്റ. ദെൻ ടൈം കൺസ്യൂമിങ് ആണ്, കുറേയേറെ സമയമെടുക്കും. സെക്കൻഡറി ഡേറ്റ പോലെ വെബ്സൈറ്റിൽ നിന്നൊക്കെയും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ പ്രൈമറി ഡേറ്റ. അപ്പോൾ നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയവും എടുക്കും. There are several methods for primary data collection. ഓരോ റിസർച്ചറിനും കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ റിസർച്ചിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ധാരാളം മെത്തേഡ്സ് ഉണ്ട്. Following are the methods of primary data collection: observation, interview, survey, projective techniques, experimentation, simulation, panel method, and sociometry. So these are the methods generally used for collecting primary data. സാധാരണഗതിയിൽ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണിവ. റിസർച്ചിൻ്റെ കൺവീനിയൻസും ആ റിസർച്ചിൻ്റെ നേച്ചർ, പർപ്പസ് ഇവയൊക്കെ അനുസരിച്ച് റിസർച്ചറിന് ഇതിൽ ഏത് മെത്തേഡ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ലെറ്റ് us ഡിസ്കസ് ദീസ് ഇൻ ഡീറ്റെയിൽ. Observation. As already mentioned, observation is a method used for collecting primary data. Meaning and importance of observation. Observation means viewing or seeing. Most of such observation are just casual and have no specific purpose. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ വീക്ഷിക്കുകയും നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഈ ഒബ്സർവേഷനൊന്നും ഒരു പ്രത്യേക പർപ്പസ് കാണത്തില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു, അത്രമാത്രം. Observation as a method of data collection is different from casual viewing. പക്ഷേ ഈ ഒബ്സർവേഷനെ പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വെറുമൊരു കാഷ്വൽ വ്യൂയിങ് അല്ല. വെറുതെ ഇങ്ങനൊരു കാര്യത്തിനെ നിരീക്ഷിക്കുന്നത് പോലെയോ കാണുന്നത് പോലെ അല്ല. ഇതിനെ പ്രൈമറി ഡേറ്റ കളക്ഷൻ്റെ മെത്തേഡായിട്ട് ഉപയോഗിക്കുമ്പോൾ. Observation may be defined as a systematic viewing of a specific phenomenon in its proper setting for the specific purpose of gathering data for a particular study. ഏതെങ്കിലും ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട്
അതായത് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുവാൻ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെയോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ തന്നെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്നതിനെയാണ്, ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് എക്സാമ്പിൾസിലൂടെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാം. ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് അവർ ആൾക്കാരെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ബിഹേവിയർ പഠിക്കുന്നത്. ഒരുപക്ഷെ അവർ ഇൻട്രാക്ഷനാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ആൾക്കാരുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ ഇൻട്രാക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ആൾക്കാരുടെ തന്നെ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാരുടെ ഇൻട്രാക്ഷനാണ് പഠിക്കുന്നതെങ്കിൽ ആ ഓർഗനൈസേഷനാണ് അവിടുത്തെ പ്രോപ്പർ സെറ്റിംഗ് എന്ന് പറയുന്നത്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ആൾക്കാർ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അത് നിരീക്ഷിക്കും. അപ്പോൾ ഇൻട്രാക്ഷനാണ് അവിടെ ആ ഫിനോമിനനായിട്ട് കരുതപ്പെടുന്നത്. ദെൻ ആന്ത്രോപോളജിസ്റ്റ് അവർ സമൂഹത്തിനെ, കമ്മ്യൂണിറ്റിയെ പഠിക്കുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. സമൂഹത്തിനെ പഠിക്കുന്ന ആൾക്കാരാണ് ആന്ത്രോപോളജിസ്റ്റ്. ആന്ത്രോപോളജിസ്റ്റിന് ഒരിക്കലും വായിച്ചല്ലല്ലോ അവർ സമൂഹത്തിനെക്കുറിച്ച് പഠിക്കുന്നത്, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. ഓരോരോ സൊസൈറ്റി അവരുടെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ജീവിതശൈലി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഇവർ ഒബ്സർവ് ചെയ്യുന്നത്. ദെൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഒബ്സർവ് ദ ബിഹേവിയർ ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ബിഹേവിയർ പഠിക്കുന്നത് ഇവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ്, ഇതിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒബ്സർവേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ്. ഒബ്സർവേഷൻ ആസ് എ മെത്തേഡ് ഇൻക്ലൂഡ്സ് സീയിങ് ആൻഡ് ഹിയറിങ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികളും അവരുടെ സംസാരവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ പെർസീവിങ് ആസ് വെൽ. അത് മാത്രവുമല്ല, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതുകൂടെയാണ് ഒബ്സർവേഷൻ. അപ്പോൾ റിസർച്ചർ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ കാണുന്ന കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത്, അതും കൂടെയാണ് ഒബ്സർവേഷൻ. എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതും കൂടെയാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഈസ് എ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സബ്ജക്ട്സിലെയും റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ വേണം. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി എന്ന് പറയുന്നത്. ശാസ്ത്രപരമായിട്ടുള്ള ഏതൊരു പഠനങ്ങൾക്കും ഏതൊരു അന്വേഷണങ്ങൾക്കും ആണ് എൻക്വയറി. അതിനെല്ലാം ഏറ്റവും മികച്ച മെത്തേഡ് ഒബ്സർവേഷനാണ്. Observation also plays a major role in formulating and testing hypotheses in social sciences. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ മാത്രമല്ല, സോഷ്യൽ സയൻസ്, മാനേജ്മെൻ്റൊക്കെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുന്നത് റിസർച്ചിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ അതിനകത്തൊക്കെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ആ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒബ്സർവേഷനിലൂടെ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർച്ചർ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുൻപ് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ റിസർച്ചിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ ഈസ് എ ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ആക്ടിവിറ്റി. The observing eye catches many things, but attention is focused on data that are pertinent to the given study.
ഒബ്സർവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒബ്സർവേഷൻ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് മാത്രവുമല്ല, ഇതൊരു മെൻ്റൽ ആക്ടിവിറ്റി കൂടെയാണ്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പലതും നമ്മുടെ കണ്ണിൽപ്പെടും, പല കാര്യങ്ങളും നമ്മൾ കാണും. പക്ഷെ നമ്മളുടെ ശ്രദ്ധ ഡേറ്റ കളക്ഷനായിരിക്കണം. നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചയുടെ എല്ലാം പുറകെ പോവുകയല്ല ചെയ്യേണ്ടുന്നത്. ഡേറ്റ കളക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടുന്നത്. ഇതൊരു റിസർച്ചാണ്, ഇതിനാവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ലക്ഷ്യം എന്ന തോന്നൽ റിസർച്ചറിനുണ്ടായിരിക്കണം. ഒബ്സർവേഷൻ ഈസ് സിലക്റ്റീവ്. എ റിസർച്ചർ ഡസ് നോട്ട് ഒബ്സർവ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്, but selects the range of things to be observed on the basis of the nature, scope and objectives of the study. ഒബ്സർവേഷൻ സെലക്റ്റീവ് ആയിരിക്കണം. ഒരു റിസർച്ചർ എല്ലാത്തിനെയും, കാണുന്നത് എന്തിനേയും ഒബ്സർവ് ചെയ്യാൻ പാടില്ല. റിസർച്ചിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഒബ്സർവ് ചെയ്യേണ്ടുന്നത്. അല്ലാതെ എന്തിനേയും ഏതിനേയും ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഒബ്സർവേഷൻ ഈസ് സിലക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഈസ് പർപ്പസീവ് ആൻഡ് നോട്ട് കാഷ്വൽ. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് നോട്ടിങ് തിങ്സ് റിലവൻറ്റ് ടു ദ സ്റ്റഡി. ഒബ്സർവേഷൻ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതൊരിക്കലും ഒരു കാഷ്വൽ ആയിട്ടുള്ള കാര്യമല്ല, വെറുതെ ഇങ്ങനെ നോക്കിക്കാണുന്നൊരു രീതിയല്ല. ഒബ്സർവേഷനിലൂടെ ആ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ പേഴ്സൺസ് ബിഹേവിയർ ഇൻ നാച്ചുറൽ കോണ്ടെക്സ്റ്റ്. യഥാർത്ഥത്തിൽ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ തന്നെയുള്ള അവരുടെ ബിഹേവിയറാണ് നിരീക്ഷിക്കേണ്ടുന്നത്. ഉദാഹരണത്തിന് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ അതാണ് അവരുടെ നാച്ചുറൽ കോണ്ടെക്സ്റ്റ്. മാർക്കറ്റിങ്ങിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറാണ് പഠിക്കേണ്ടതെങ്കിൽ ആ കൺസ്യൂമേഴ്സ് ഒരു ഷോപ്പിംഗ് മാളിൽ വരുമ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് അവിടെ ആ നാച്ചുറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ തന്നെ വേണം ആ വ്യക്തികളെ നിരീക്ഷിക്കാൻ. ഇറ്റ് ഗ്രാഫ്സ് ദ സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റ്സ്. പഠനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടുന്നത്. ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ പല പല കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടാകാം, അതെല്ലാം ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്യണമെന്നില്ല. ആ റിസർച്ചിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണോ തോന്നുന്നത്, ഏതൊക്കെയാണോ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. Observation should be exact and based on standardized tools of research. ഒബ്സർവേഷൻ വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ കൃത്യമായിരിക്കണം എന്നുണ്ടെങ്കിൽ റിസർച്ചിൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മികച്ച ചില ടൂൾസ് ഉണ്ട്. അതാണ് ആ മികച്ച ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ എങ്ങനെ നടത്തണമെന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ അത് കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ധാരാളം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ധാരാളം ഡിവൈസസ് ഉണ്ട് ഒബ്സർവേഷനെ സഹായിക്കുന്ന. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിയോ റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം ഡിവൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ റിസർച്ചിൽ അനുവദിക്കാവുന്ന ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഒബ്സർവേഷൻ നടത്താൻ. അപ്പോൾ ഒബ്സർവേഷൻ കൃത്യമായിട്ട് തന്നെ ലഭിക്കുകയും കൃത്യമായിട്ട് നടത്താൻ സാധിക്കുകയും ചെയ്യും. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഒബ്സർവേഷൻ?